2025 10,76,00,000 എന്ന ചരിത്ര നേട്ടം വീണ്ടും ആ റെക്കോർഡ് തിരുത്തിക്കൊണ്ട് വീണ്ടും KSRTC കളക്ഷൻ വർദ്ധിപ്പിക്കുക. പുതിയ വാഹനങ്ങൾ കൊണ്ടുവന്ന് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ഇതിൻ്റെ റിസൾട്ടായി 5/1/2026 KSRTCയുടെ ഏറ്റവും വലിയ ചരിത്രം 10ൽ നിന്ന് നേരെ 11ാം ക്ലാസ്സിലേക്ക് പോയില്ല, 12ാം ക്ലാസ്സിലേക്ക് പോവുകയാണ്. 12,18,00,000 രൂപ ടിക്കറ്റ് വരുമാനവും മറ്റു വരുമാനം ഏതാണ്ട് 84 ലക്ഷം രൂപയാണ്. അതുകൂടി ചേർത്താൽ 13,02,00,000 രൂപ. KSRTCയുടെ ഈ ചരിത്ര വിജയം KSRTCയുടെ ജീവനക്കാർക്കും മലയാളികൾക്കൊന്നടങ്കം സർക്കാർ സമർപ്പിക്കുകയാണ്. ഇടതുമുന്നണി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ചരിത്ര നേട്ടമാണ്. എന്നേക്കുമായി അടച്ചു പൂട്ടുമെന്ന് എല്ലാ പ്രമുഖ വ്യക്തികളും വിദഗ്ധരും അന്വേഷിക്കാൻ പരിഷ്കരണത്തിന് വേണ്ടി നിയോഗിച്ച കമ്മിറ്റികളും പറഞ്ഞ പരിഷ്കാരങ്ങളൊന്നും നടപ്പിലാക്കാതെ ചെറിയ ചെറിയ പരിഷ്കാരങ്ങളിലൂടെ ജീവനക്കാരെ സംതൃപ്തിയോടെ മുന്നോട്ട് കൊണ്ടുപോയി ജീവനക്കാരെ സഹകരണം ഏറ്റുവാങ്ങി കൃത്യമായി അവരുടെ പെരുമാറ്റം അവരുടെ രീതികൾ എല്ലാ രംഗത്തും KSRTC കൈവരിച്ച പ്രവർത്തനങ്ങളുടെ ഫലമായി KSRTC നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ജനസംഖ്യ നാട്ടിൽ വർദ്ധിച്ചില്ല, ജീവനക്കാരെ എണ്ണം വർദ്ധിച്ചില്ല, ഒന്നും വർദ്ധിച്ചില്ല. ബസ്സുകളിൽ തന്നെ 2020-2021 കാലഘട്ടത്തിൽ KSRTCക്ക് 6,202 ബസ്സുണ്ടായിരുന്നു. ഇന്ന് KSRTC മൊത്തം കയ്യിലുള്ള വണ്ടികളുടെ എണ്ണം 5,502 വണ്ടികളാണ്. ഏതാണ്ട് 1000ഓളം വണ്ടി കുറഞ്ഞു, അതിലധികം വണ്ടികൾ കുറഞ്ഞു. എന്നിട്ടും ഇന്നലെ ഓടിയത് 4,852 ബസ്സുകളാണ് ഈ തിങ്കളാഴ്ച ഓടിയിരിക്കുന്നത്. ഈ 4,952 ബസ്സുകളിൽ നിന്നാണ് ഈ 12 കോടിയുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. ഏതാണ്ട് 1,500 വണ്ടിയാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ശരാശരി വർക്ക്ഷോപ്പിലും പോലീസ് സ്റ്റേഷനിലും കോടതിയിലായിട്ടുണ്ടായിരുന്നത്. ഇന്ന് അത് വളരെ കുറഞ്ഞു വന്നു. ഇപ്പോൾ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം ഒരുപാട് വണ്ടികളുടെ ഫിറ്റ്നസ് ചെയ്യേണ്ടതുണ്ട്. ആ ചെയ്യേണ്ട സമയമായിട്ട് പോലും 503 വണ്ടികൾ മാത്രമേ ഇന്നലെ KSRTCയുടെ വർക്ക്ഷോപ്പുകളിലുള്ളൂ.